നമസ്കാരം. കാളി സ്ട്രെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹോം വെയർ ഫ്രോക്സിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ഹോം വെയർ ഫ്രോക്സ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ കുറച്ച് പ്രിൻറ്റും കുറച്ച് കളേഴ്സും ഒക്കെ വരവായി അല്ലേ. നല്ല മെഷർമെൻറ്റിൽ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന ജയ്പൂർ കോട്ടണിൽ വന്നേക്കുന്ന അടിപൊളി ഫ്രോക്സിനെയാണ് കേട്ടോ നമ്മൾ ഈ ഹോം വെയർ ഫ്രോക്സ് എന്ന് പറയുക. യോക്ക് പോർഷനിൽ താരതമ്യേന ചെറിയ പ്രിൻറ്റ് വന്നിട്ട് യോക്കിന് ശേഷം വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് വലിയ പ്രിൻ്റായിട്ട് ഇത്രത്തോളം ഫ്ലെയറിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഫ്രോക്കിനെയാണ് നമ്മൾ ജയ്പൂർ ഫ്രോക്ക് എന്ന് ഹോം വെയർ ഫ്രോക്ക് എന്ന് പറയുക. ഫ്രണ്ട് പോർഷൻ അങ്ങനെയാണ്, ബാക്ക് പോർഷൻ ഇങ്ങനെ കയറിയിരിക്കുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നറിയാമോ? 299. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് അടുത്തത് വന്നേക്കുന്നത്. ഞാനിങ്ങനെ കാണിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ലീവ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സ്ലീവാണ്. നിങ്ങൾക്ക് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ തുന്നിച്ചേർക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടും ധരിക്കാം. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചിലർക്കൊക്കെ ഇതേപോലെ നൈറ്റി ഇടുന്നൊന്നും ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്നാൽ നൈറ്റി ഇടുന്ന പോലത്തെ ആ ഒരു കംഫർട്ട് കിട്ടുന്ന നല്ല ലൂസായിട്ടുള്ളതാണ്, എന്നാൽ ഒരു ഫ്രോക്കിൻ്റെ ഭംഗിയുള്ളതുമാണ്. 299. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് പറയാൻ വിട്ടുപോയി അല്ലേ. ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് 42 ഇഞ്ചസ് ആണ്. ലെങ്ത്ത് വരുന്നത് 50 ഇഞ്ചസ് ആണ് കേട്ടോ. എല്ലാ ഫ്രോക്കും അങ്ങനെയാണ്. നോക്കി, നല്ല ഭംഗിയല്ലേ താഴത്തെ ആ പോർഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല കളറാട്ടോ. ഈ ഫ്രോക്കിലെല്ലാം യൂസ് ചെയ്യുന്ന ഡൈയും ഒക്കെ അങ്ങനെയുള്ളതാണ്. നല്ലൊരു പ്രത്യേക ഒരു ഈ ഡൈക്ക് തന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് ആണുള്ളത്. ഈ ഫ്രോക്ക് തുറക്കുമ്പോൾ നമുക്കറിയാം കോട്ടൻ്റേതായ ആ ഒരു നല്ല മണവും കൂടെ ഉണ്ട്. 299. ഇനി വരുന്നത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുമാണ്. ഇതാ നോക്കി, സിമ്പിൾ റൗണ്ട് നെക്കാണ് ഇതിന് വന്നേക്കുന്നത്. ചെറുപയർ പച്ച നമ്മൾ പറയില്ലേ, ആ പച്ചയാണ് ഈ വന്നേക്കുന്നത്. ഇതിലെ പ്രിൻ്റൊക്കെ നോക്കിയാൽ ഈ ഓപ്പോഷനിൽ ഇതേപോലെ താരതമ്യേന ചെറിയ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് കണ്ടോ, നല്ല പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഈ നമ്മൾ പറയുന്ന ഈ എന്താ പറയുക, ഇതേ കണ്ടോ, അവരുടെ ഈ പറയുന്ന ബാരാത്തി പോലുള്ള ഡിസൈൻസൊക്കെയാണ് വന്നേക്കുന്നത്. നല്ല മെജന്ത ഷെയ്ഡിലാണ് അടുത്തത് വന്നേക്കുന്നത്. ഭംഗിയുള്ള പ്രിൻറ്റ്, ഭംഗിയുള്ള മെറ്റീരിയൽ, ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല ഫ്ലെയർ ഉണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ നല്ല കട്ടിയും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് ചില സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ഇൻസ്കേർട്ടൊക്കെ ഇടുന്നത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. ബസ് സൈസ് വരുന്നത് 42 ഇഞ്ചസ് ആണ്. ലെങ്ത്ത് വരുന്നത് 50 ഇഞ്ചസ് ആണ്. നല്ല കോട്ടണിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഹോം വെയർ ഫ്രോക്ക് കളക്ഷനാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 മാത്രമാണ്. കണ്ടോ, ഓരോ കളറ് വരുമ്പോഴും അതിന് വേറൊരു ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ വരുന്ന കോമ്പിനേഷനിലുള്ള കളേഴ്സ് ആണെങ്കിലും അതെ, എല്ലാം നമ്മൾ പറയുന്ന വാവ് കളക്ഷൻ നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഈ കളറ് നമുക്ക് അധികം കിട്ടാത്തൊരു കളറാണല്ലേ. ഇന്നത്തെ ഹോം വെയർ കളക്ഷനിലെ ഹോം വെയർ ഫ്രോക്സിൻ്റെ കളക്ഷനിലെ ലാസ്റ്റ് പീസാണ് വന്നേക്കുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഒരു നാരങ്ങയുടെയൊക്കെ കളറിൽ കണ്ടോ, താഴെയുള്ള ഭാഗം നല്ല ഫ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. യോക്ക് പോർഷൻ ചെറിയ ഡിസൈനായിട്ട് സിമ്പിൾ യൂനെക്കിൽ സ്ലീവ്ലെസ് ആയിട്ട് വന്നേക്കാണ്. നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ, കട്ടിയുള്ളതാണ്. ഞാൻ കാണിക്കുമ്പോൾ സ്ലീവ്ലെസ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ലീവിന് പറ്റിയ പോർഷൻ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ നേരിയ നമ്മൾ ഈ പറയുന്ന ക്യാപ് സ്ലീവ് പോലെ വെക്കാനാണ് അത് പറ്റുക. 2 സ്ലീവിനുള്ള പീസും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തുന്നിച്ചേർക്കാം, അതല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാനും ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും എപ്പോഴും പിന്നെയും റീസ്റ്റോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഡിമാൻഡിൽ വരുന്ന ഒരു ഫ്രോക്കാണ് ഹോം വെയർ ഫ്രോക്കിൻ്റെ കളക്ഷൻ. പ്രൈസ് വരുന്നത് 299 ആണ്. ബസ് സൈസ് വരുന്നത് 42 ഇഞ്ചസ് ആണ്. ലെങ്ത്ത് വരുന്നത് 50 ഇഞ്ചസ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്, റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പ്, കസിൻസിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് റെക്കമെൻഡ് ചെയ്ത്
ചെയ്തത് ഒന്നുകൂടെ സന്തോഷമായി കേട്ടോ. പിന്നെന്താ പറയുക, കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാളിസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്താൽ ഭയങ്കര സന്തോഷമായി. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് നോക്കിയിട്ടാണ് ഇനി എന്താണ് ചെയ്യേണ്ടത്, അടുത്തത് എന്താ കൊണ്ടുവരേണ്ടത്, എന്ത് മാറ്റമോ വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും മറക്കാതെ പറയുക കേട്ടോ. അപ്പോൾ അത് ഞങ്ങളെ ഗ്രോ ചെയ്യാൻ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം കാണി.